എനിക്കെന്തോ ഇതൊന്നും അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഭാനുവിന്റെ ഭാവിയും കൂടെ നമ്മൾ നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. അമ്മേ, ഭാനുവിന്റെ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ല. ഇതിപ്പോ നമ്മളായിട്ടൊന്നും ചെയ്തതല്ലല്ലോ, അവനല്ലേ ചെയ്തത്. അപ്പൊ പിന്നെ സമാധാനം പറഞ്ഞേ പറ്റൂ. ഭരത് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു നീക്കം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ. എന്ത് തന്നെയാണെങ്കിലും ഭാനുവിനെ അത് ബാധിക്കാതിരുന്നാ മതി. എനിക്കത്രേ പറയാനുള്ളൂ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. സൂര്യൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഭരത് ചെയ്താണ് ശരിയെന്ന്. ഇവിടെ ഇപ്പോ ജയേഷിനെ കുറ്റക്കാരനാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാനല്ലല്ലോ ഭരത് ഇങ്ങനൊരു നീക്കം നടത്തിയത്. ഭാനുവിനെ സേഫാക്കാനല്ലേ. നമ്മൾ അത് മാത്രം ചിന്തിച്ചാ മതിയമ്മേ. സേതുവേട്ടനും മായേച്ചിയൊന്നും ഇതുവരെ ഈ വീഡിയോയുടെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ മോഹൻ മാമൻ വരികയാണെങ്കിൽ എന്തായാലും അറിയും. സേതുവുമായും വീട്ടിലില്ല. അവരേതോ വസ്തുവും വീടുമൊക്കെ നോക്കാൻ വേണ്ടി പോയേക്കാ. ഇതിപ്പോ കൊറേ വീട് സേതുവേട്ടൻ നോക്കിയല്ലോ അമ്മേ. എനിക്കൊന്നും അറിയില്ല. ഇവിടെ വസ്തുവിന്റെ ആധാരം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഓരോരുത്തരും മനക്കോട്ടുകൾ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അമ്മേ, ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. നിന്നെ മാത്രമേ ഞാൻ കൂട്ടാത്തായിട്ടുള്ളൂ. ഒരു കണക്കിന് സമ്പത്തൊന്നും ഇല്ലാതിരിക്കുന്ന നല്ലത്. അന്നേരം സമാധാനമെങ്കിലും കാണുമല്ലോ. ഇതിപ്പോ ദൈവമായിട്ട് അമ്മയ്ക്ക് കൊണ്ടു തന്നതല്ലേ. അപ്പൊ പിന്നെ മറ്റൊന്നും ചിന്തിക്കണ്ട. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ചാ മതി. അമ്മേ, അമ്മ വാ, ഞാനൊന്ന് പോയി ഭാനുവിനെ കാണട്ടെ. നീ ചെല്ല്. അതെ, തൽക്കാലം ഞാനിതൊന്നും അറിഞ്ഞായിട്ട് വേണ്ട. അത് വേണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് തന്നെ പറയും. അതാണ് നല്ലത്. നമ്മൾ എന്തിനാ ഭാനുവിനോട് ചോദിക്കാതിരിക്കുന്ന? അമ്മേ, ഞാനൊന്ന് പോയി അവളെ കാണട്ടെ.